ക്രിസ്മസിനോടനുബന്ധിച്ച് കാഞ്ചാർ ലബക്കട JPM കോളേജിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുഹാപുൽക്കൂട് കൗതുകമാകുന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ 12 അടി വ്യാസവും 60 അടി നീളവുമുള്ള പുൽക്കൂടാണ് കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ചിരിക്കുന്നത്. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ 12 അടി വ്യാസവും 60 അടി നീളവുമുള്ള ഗുഹാരൂപത്തിലുള്ള പുൽക്കൂടാണ് കോളേജിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരുക്കിയിരിക്കുന്നത്. കോളേജിലെ 2ാം വർഷ MCom വിദ്യാർത്ഥികളായ നിഖിൽ റോയി, ഷാജൻ ഷാജി എന്നിവരാണ് ഗുഹാരൂപത്തിലുള്ള പുൽക്കൂടിന്റെ ഉൾവശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇതേ കോളേജിൽ തന്നെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഇരുവരും കോളേജിലെ എല്ലാ ആഘോഷങ്ങളിലും വ്യത്യസ്തതകൾ കൊണ്ടുവരുവാനും കലാവിരുതുകൾ പ്രകടിപ്പിക്കുവാനും ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസിന് വേണ്ടി എന്താണ് ഒരു വെറൈറ്റിക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരിക എന്നുള്ള ആലോചന നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണമൊക്കെ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നത്. അപ്പോൾ നമ്മൾ ഓർത്തപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഈ കല്ലറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹയ്ക്കകത്താണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്തുകൊണ്ട് കർത്താവിൻ്റെ ജനനം കൂടി ഗുഹയ്ക്കകത്താക്കിക്കൂടാന്നൊരു ആലോചന പെട്ടെന്ന് മൈൻഡിൽ വന്നു. അപ്പോൾ ആ ഐഡിയ ഞങ്ങൾ ജസ്റ്റ് അച്ഛനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഐഡിയ കൊള്ളാം, നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു അച്ഛൻ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗുഹയുടെ ഒരു ടീമിലേക്ക് മെയിനായിട്ട് വരുന്നത്. പൗരസ്ത്യദേശത്തു നിന്നും ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ച രാജാക്കന്മാരും വഴികാട്ടിയായ നക്ഷത്രവും ഉണ്ണിയേശുവും മേരിയും ജോസഫും ആട്ടിടയന്മാരും തുടങ്ങിയ മാതൃകകളും മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഗുഹയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെയും കോട്ടമതിലിന്റെയും പതിപ്പുകൾ കാഴ്ചയുടെ വേറിട്ട അനുഭവമാണ്. ക്രിസ്തുമസ് ആഘോഷത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കോളേജ് അധികൃതരും. മറ്റൊരു വലിയ ആകർഷണമാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വലിയ ഗുഹയെന്ന് പറയുന്നത്. അതിന്റെ ശില്പികളായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷാജനും അതുപോലെ തന്നെ നിഖിലുമാണ്. വളരെ പ്രിയപ്പെട്ട 2 വിദ്യാർത്ഥികളാണ്. നമ്മുടെ കോളേജിൽ തന്നെ ഡിഗ്രി പഠിച്ച് ഇവിടെ തന്നെ PGക്ക് വേണ്ടി വന്നവരാണ്. ഡിഗ്രി പഠിക്കുന്ന സമയം തൊട്ട് കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ ക്രിയേറ്റീവായിട്ട് നിൽക്കുന്നവരാണ്. ഇതിനു മുൻപാണെങ്കിലും ഓരോ ആഘോഷങ്ങളിലും വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇവർ തന്നെ കൊണ്ടുവന്ന ആശയങ്ങളായിരുന്നു. നമുക്കിപ്രകാരം ഒരു നല്ലൊരു ഗുഹ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പ, നമുക്ക് 22 അടിയുള്ള ഒരു ക്രിസ്മസ് പാപ്പയുണ്ട്, അതിന്റെയും ആശയം കൊണ്ടുവന്നത് ഇവർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു ആശയത്തെ പ്രാവർത്തികമാക്കി എന്നുള്ളത്. തെളിനീർ തടാകവും ദീപാലങ്കാരങ്ങളും ഒപ്പം ഒഴുകി നടക്കുന്ന മഞ്ഞും പുൽക്കൂടിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. ഒരേ സമയം 30ഓളം ആളുകൾക്ക് പുൽക്കൂടിനുള്ളിൽ കയറി കാഴ്ചകൾ കാണാനാകും. വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്ക് പുറമെ പ്രദേശവാസികളും പുൽക്കൂട് കാണുവാനായി കോളേജ് അങ്കണത്തിൽ എത്തുന്നുണ്ട്.